നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ശശി തരൂരിനെ കുറിച്ചാണ്. ശശി തരൂര് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. നമ്മുടെ കൂടെ ഇന്ന് ചർച്ചയ്ക്ക് ഉള്ളത് വിജയനാഥ് സാറാണ്. വിജയനാഥ് സാറിനോട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം. സാറേ, ഇതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ശശി തരൂർ എത്തിയാൽ കേരളത്തിന് സമഗ്രമായൊരു വികസനം കൊണ്ടുവരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് ഇപ്പം 2009 മുതൽ ശശി തരൂർ തിരുവനന്തപുരത്തിൻ്റെ MP ആണ്. 2009, 2014, 2019, 2024 ഇനി മത്സരിക്കില്ല. അതായത് തിരുവനന്തപുരത്ത് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഇനി മത്സരിക്കില്ല എന്ന് അദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറയുകയുണ്ടായി. 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കയറിപ്പോവുകയും ചെയ്തു. ഏതായാലും ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം, അതിന് പ്രത്യേകം നന്ദിയുമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, 2009 മുതൽ ജയിച്ചു പോയിട്ട് തിരുവനന്തപുരത്തിന് യാതൊരു മാറ്റവുമില്ല, യാതൊരു ഗതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നത്. അന്ന് 2009 ഇദ്ദേഹം മത്സരിക്കുമ്പോൾ പറഞ്ഞത് തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കും, ഇരട്ട നഗരമാക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എവിടെ പോയി? ഇരട്ട നഗരവും പോയി, ബാഴ്സലോണയും പോയി. അന്ന് തിരുവനന്തപുരത്തെ മേയറായിരുന്ന കെ ചന്ദ്രികയുമായിട്ട് ഇതിനു വേണ്ടി കിടന്ന് വലിയ നിലത്തിൽ പോര് വരെ നടത്തുകയുണ്ടായി എന്നുള്ളതാണ്. ഇത് എങ്ങും എത്തിയുമില്ല. തിരുവനന്തപുരം പഴയ ഗതിയിൽ തന്നെ. ഇപ്പം എനിക്ക് തോന്നുന്നു ബാഴ്സലോണ ചിലപ്പോൾ തിരുവനന്തപുരത്തെയാണോ കണ്ടുപിടിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ 4 തവണയായിട്ട് ജയിച്ചു പോകുന്ന ഇദ്ദേഹം ഒരവസരത്തിലും തിരുവനന്തപുരത്തെ മുഴുകി നിൽക്കാറില്ല. ഒരു MP അല്ലെങ്കിൽ ഒരു MLA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളിൽ ആരായാലും, അദ്ദേഹമായാലും ഇദ്ദേഹമായാലും ആരായാലും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ തരൂര് 13-ാം തീയതി കാണാം തിരുവനന്തപുരത്ത്. അന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്, വളരെ പ്രശസ്തമായ. അന്ന് ആറ്റുകാൽ അമ്പലത്തിൻ്റെ മുമ്പിൽ ഭണ്ഡാര അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ വാർപ്പിലേക്ക് തലയിട്ട് ഇങ്ങനെ നിൽക്കും. പത്മകുമാറിനൊക്കെ അറിയാമായിരിക്കും, ഈ സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ എടുപ്പ് കുതിരയുണ്ടല്ലോ. ഈ എടുപ്പ് കുതിരയെ കുറേ ആൾക്കാർ ചുമന്നു കൊണ്ടുപോകുന്നത് പോലെയാണ് ഈ ശശി തരൂരിനെയും ഒരു എടുപ്പ് കുതിരയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ കോൺഗ്രസ്സുകാർ, കുറേ പെട്ടിയെടുപ്പുകാരുണ്ടല്ലോ, അവർ ചുമന്നുകൊണ്ട് ഇങ്ങനെ പോകുന്നത് കാണാം. അദ്ദേഹം വിശ്വപൗരനാണ്, വിശ്വനായരാണ്, ഡൽഹി നായരാണ്. എന്തായാലും എന്താ, അദ്ദേഹം പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്. അതൊക്കെ വേറെ രീതിയിൽ. തിരുവനന്തപുരത്തിന് വേണ്ടത് ഒരു MP ആണ്. അതായത് ആമയിഴഞ്ചാൻ തോട്ടിൽ ഈ അടുത്തയിടെ ജോയി എന്ന് പറയുന്ന ഒരു കരാർ തൊഴിലാളി അവിടെ മാലിന്യം നീക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ അതിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. കേരളം മുഴുവൻ ജോയിക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയായിരുന്നു. ഈ അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MP എവിടെ? ലോകത്തേതോ മുക്കിലോ മൂലയിലോ ഇരുന്ന് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. എന്നിട്ട് എഴുന്നേറ്റ് നിന്നു. ഒന്ന് ആലോചിക്കണേ ഈ മഹാനെ. ഇത് ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ്. ഏത് കാര്യത്തിന് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഫോൺ വിളിച്ചാൽ എടുക്കില്ല. ശരി, MP ആണ്. ഫോണിൽ എല്ലാ വോട്ടർമാർക്കും അങ്ങനെ ഫോണിൽ കിട്ടണമെന്നൊന്നുമില്ല. ശരി, അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഒരു ഓഫീസുണ്ട്, സെക്രട്ടേറിയറ്റിന് സമീപത്തായിട്ടാണ്. അവിടുത്തെ ജീവനക്കാർ ഫോൺ എടുക്കണ്ടേ? അതില്ല. ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നാൽ, മുന്തിയ ഒരു ഫ്ലാറ്റിലാണ് തിരുവനന്തപുരത്ത് താമസിക്കുന്നത്, അതായിക്കൊള്ളട്ടെ, അതിനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട്, MP അല്ലാതെ തന്നെ. അവിടെ ചെന്നാലും കാണാൻ പറ്റില്ല. ഇദ്ദേഹം ഈ വിശ്വപൗരനായതുകൊണ്ട് ലോകം മുഴുവൻ ഇങ്ങനെ നടക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ മത്സരിച്ചു, ശരിയാണ്. കോൺഗ്രസ്സുകാർക്ക് ഉയർത്തി നിർത്താൻ പറ്റുന്ന ഒരാളാണ്, ഒരു തലയ്ക്കകത്ത് ആൾതാമസമുള്ള ഒരു ശേഷിയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് നിർത്താം. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ തലയ്ക്ക് മീതെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരവിടെ വെച്ചേക്കുമോ? സ്വർണം കായ്ക്കുന്ന മരമായാൽ പോലും പുരയ്ക്ക് മീതെ ചാഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കളയുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യമില്ല. കാരണം തരൂരിനെ അങ്ങനെ അവർക്ക് വാഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ കാർഗയെ പോലുള്ള ഒരാളെ എടുത്തു വച്ചിരിക്കുന്നത്. അതാകുമ്പം കാർഗെ എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരൻ എന്ന് വേണേൽ പറയാം. അവർ പറയുന്നത് പോലെ അനുസരിച്ച് നിൽക്കും, അത്രയേ ഉള്ളൂ. തരൂർ ഏതായാലും അതിന് നിൽക്കത്തില്ല. എന്തായാലും തരൂരിനെ അത്തരത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുത്തില്ല.
കാരണം അത് രാഹുൽ ഗാന്ധിക്ക് വിനയായി മാറുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇക്കുറി തിരുവനന്തപുരത്തേക്കൊന്ന് നോട്ടമിട്ടത്. കാരണം അതിനിടയ്ക്ക് അദ്ദേഹം കേരളം മുഴുവൻ ഒരു പര്യടനം നടത്തിയല്ലോ. പെരുന്നയിൽ പോയി പോപ്പിനെ കണ്ടു, പാണക്കാട് പോയി, അവിടെ എല്ലാം വലിയ ഒരു അംഗീകാരമാണ് കിട്ടിയത്. പാണക്കാട് തങ്ങൾ അംഗീകരിച്ചു, തങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. വേറൊരു കാര്യം, അവരും ലീഗിൻ്റെ ആൾക്കാർ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് തരൂരും കൂടെ വന്ന് ചാടിയിരിക്കുന്നത്. അങ്ങനെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ തരൂരിന് തോന്നി ഇനിയിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറി വരാം എന്നുള്ളത്. ഇദ്ദേഹത്തിന് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു ഹരമാണ്, അങ്ങനെ വോട്ട് കിട്ടും, സ്ത്രീകളുടെ ഇടയിലുമുണ്ട്. പക്ഷേ ഇവിടെ ഇക്കുറി മത്സരിച്ചത്, ഇദ്ദേഹത്തിനോട് എതിരിട്ട് മത്സരിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ അത് വളരെ നോട്ടമിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വം ഇറക്കിയത്. അദ്ദേഹത്തിന് നമ്മുടെ മോദിക്ക് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് തിരുവനന്തപുരം പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, ഞാൻ എൻ്റെ സംസ്ഥാനത്ത് മത്സരിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അതൊരു വലിയ ബുദ്ധിമോശമായി പോയില്ലേ സാറേ? അത് പിന്നെ പാർട്ടിയുടെ ഒരു നിർദ്ദേശവും കൂടിയുണ്ട്. ബുദ്ധിമോശം എന്ന് പറയാൻ പറ്റത്തില്ല. വിജയം ഏതാണ്ട് ഉറപ്പായതായിരുന്നു. തരൂർ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്? 15,000 വോട്ടിൻ്റെ. തീരദേശത്ത് വേണ്ട തരത്തിലൊന്നും കിട്ടിയില്ല. തരൂര് തോറ്റു എന്ന് തന്നെ കരുതിയതാണ്. ഈ തീരദേശത്തെ വോട്ട് അദ്ദേഹത്തിന് കുറച്ച് കിട്ടി. പിന്നീട് ഈ പറഞ്ഞതുപോലെ നഗര കേന്ദ്രീകൃതമായ വോട്ട് മുഴുവൻ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടി. കാരണം രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിനൊരു മാറ്റമുണ്ടാകും എന്ന് ഈ പട്ടണത്തിലുള്ള ആൾക്കാർ മനസ്സിലാക്കി എന്നുള്ളതാണ്. അത് ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഒരു പ്രകടന പത്രിക തന്നെ പുള്ളി ഇറക്കിയിരുന്നല്ലോ. അതെ, പ്രകടന പത്രിക മാത്രമല്ല, ഓരോ ദിവസവും ഓരോ രംഗത്തുള്ളവരുമായിട്ട് പ്രത്യേക സെഷൻ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്ത്, മെഡിക്കൽ രംഗത്ത്, അങ്ങനെ എല്ലാ രംഗങ്ങളിലുള്ളവരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കി അതിലൂടെ തിരുവനന്തപുരത്തിന് ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭരണത്തിൽ വരാൻ പോകുന്ന ഒരു കക്ഷിയാണ് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും തിരുവനന്തപുരംകാർ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ അങ്ങനെ തോപ്പിച്ച് കളഞ്ഞത്? ഇതിനകത്ത് ഒരു പാളിച്ച പറ്റിപ്പോയി BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്. അതായത് രാജീവ് ചന്ദ്രശേഖരനെ 1 വർഷം മുമ്പ് ഇറക്കണമായിരുന്നു. ഇത് അദ്ദേഹത്തെ ഇറക്കിയത് തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് മാത്രമാണ്. എല്ലാവർക്കും രാജീവ് ചന്ദ്രശേഖരനെ അത്ര പരിചിതമല്ല. ഇപ്പം നെയ്യാറ്റിൻകര, പാറശാല, കോവളം എന്നീ മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ളവരും മോശമെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ വലിപ്പവും മഹത്വവും ഒന്നും തിരിച്ചറിയാനായിട്ട് വൈകി എന്നുള്ളതാണ്. പക്ഷേ നെയ്യാറ്റിൻകരയ്ക്ക് ഒരു കമ്പ്യൂട്ടർ പാർക്കൊക്കെ ഓഫർ ചെയ്തിരുന്നു അദ്ദേഹം. അന്നു അതിപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. BJP ഇവിടെ ഈ സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും കേന്ദ്രത്തിൽ ഇനിയിപ്പോൾ BJPയുടെ ഒരു ഭരണം തന്നെ ആയിരിക്കും അടുത്ത 29-ലും പിന്നീട് അങ്ങോട്ടുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇവർക്ക് A ക്ലാസ് മണ്ഡലങ്ങളിലെ ഒന്നാണ്. തിരുവനന്തപുരത്തിൻ്റെ ഗതി എന്താണെന്ന് ഇപ്പോൾ പത്മവാൻ അറിയാം. ഞാൻ തിരുവനന്തപുരത്ത് ഒരു 45 വർഷമായിട്ട് ജീവിക്കുന്ന ആളാണ്. ഇവിടെ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ളവരൊക്കെ തന്നെ വരുത്തന്മാരാണ്. അവർക്കാർക്കും ഈ മണ്ഡലം നന്നാകണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല. K കരുണാകരൻ ഇവിടെ വന്ന് ജയിച്ചിട്ടുണ്ട്, MN ഗോവിന്ദൻ നായർ, PK വാസുദേവൻ നായർ, പന്നിയൻ രവീന്ദ്രൻ, ശശി തരൂര്, ഇവിടുത്തുകാരെന്ന് പറയാൻ A ചാൾസ്, VS ശിവകുമാർ, ഇവർ മാത്രമായിരുന്നു. നീലലോഹിതദാസൻ നാടാർ നല്ല ഒരു പാർലമെൻറ്റേറിയനായിരുന്നു. എന്തൊക്കെ ചെയ്യാനായിട്ട് ഒരു ശ്രമമൊക്കെ നടത്തി, പക്ഷെ അത് വേണ്ട രീതിയിൽ എത്താതെ പോയി എന്നുള്ളതാണ്. A ചാൾസ് ആണെങ്കിൽ പാർലമെൻറ്റിൽ പോയി ഒന്നും സംസാരിക്കത്തില്ല. അന്ന് തമാശയ്ക്കാണോ എന്തോ എല്ലാവരും പറയുമായിരുന്നു, ചാൾസ് പാർലമെൻറ്റിൽ ഇടയ്ക്ക് എഴുന്നേൽക്കും, അത് മുണ്ട് മുറുക്കി കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ്. അപ്പോൾ തിരുവനന്തപുരത്തിന് ആർക്കും വേണ്ട. ഇപ്പം ഈ തിരുവനന്തപുരത്തുകാർക്ക് വികസനം അവരുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുമ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പം നമുക്ക് അറിയാം, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുതിയതായിട്ട് ഒരാൾ വേറൊരു സംസ്ഥാനത്തു നിന്നോ വേറൊരു രാജ്യത്തു നിന്നോ വന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ആ ജസ്റ്റ് കാണുന്ന സമയത്ത് തന്നെ അവർ തിരിച്ചു പോകുന്ന രീതിയിലാണ് തമ്പാനൂരിൻ്റെ സ്ഥിതികൾ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഒരാൾക്കാർ വിദേശത്തൊക്കെ പോയി ജീവിച്ചിട്ടുള്ള ശശി തരൂരിനെ പോലുള്ള ഒരാൾ ഞാൻ MP ആയിരിക്കുന്ന ഈ ഒരു തലസ്ഥാന നഗരി ഒന്ന് നന്നാക്കണം. അങ്ങനെ തിരുവനന്തപുരം നന്നാകണമെന്ന് ഇവർക്ക് ആർക്കും ആഗ്രഹമില്ല. ഞാൻ ശരിയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജനങ്ങൾക്ക് പോലും ആവശ്യമില്ല എന്നുള്ളതല്ലേ സാറേ. ഒരു നല്ല വികസന പദ്ധതികൾ മുന്നിലേക്ക് താലത്തിൽ വെച്ച് നീട്ടുമ്പോൾ അത് വേണ്ട, എനിക്ക് രാഷ്ട്രീയമാണ് വലുത് എന്ന് ചിന്തിക്കുന്ന തിരുവനന്തപുരംകാരെ അല്ലേ നമ്മൾ കാണുന്നത്. അതെ, ഇവിടെ ഈ നിന്നിട്ടുള്ള എല്ലാം വരുത്തന്മാരല്ലേ. KM മാണിയെയൊക്കെ അഴിമതിക്കാരൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്നുകൊണ്ടൊക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ KM മാണിയുടെ നാട്ടിൽ ചെന്ന് നോക്ക്, PC ജോർജിനെ പൂഞ്ഞാറാക്കിയതാര്? PC ജോർജാണ്. PJ ജോസഫ് തൊടുപുഴ,
അവരുടെയൊക്കെ മണ്ഡലം ചെന്ന് നോക്കണം. വണ്ടി ഓടിച്ച് പോകാൻ നമുക്ക് കൊതി തോന്നത്തില്ലേ? അത്ര സുന്ദരമായിട്ട് കിടക്കുകയല്ലേ. തിരുവനന്തപുരം എന്ന് പറയുന്ന വരുത്തന്മാരാണ് ഈ നിന്നിട്ടുള്ളത്. അവരൊക്കെ അവരുടെ സ്വന്തം വീട് നോക്കുന്നത്. ശശി തരൂർ ഇവിടെ മണ്ഡലം എല്ലായിടവും ചുറ്റിക്കറങ്ങിയിട്ട് പോലുമില്ല, അറിയാമോ? പിന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിനകത്തൊക്കെ രാഷ്ട്രീയം, അതായത് BJPയെ എന്ത് ചെയ്യും, വർഗീയ പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്ര കുത്തും. അങ്ങനെ ഇടതുപക്ഷത്തെ കുറേ വോട്ടുകൾ കൂടി തരൂരിന് വേണ്ടി പോകുമെന്നുള്ളതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴാണ് ഇക്കുറി കൃത്യമായിട്ട് തിരുവനന്തപുരത്തിന് ചില മാർഗരേഖകൾ മുമ്പോട്ട് വെച്ചു എന്നുള്ളതാണ്. വളരെ നീണ്ട രീതിയിൽ തന്നെ ഇതിൻ്റെ തിരുവനന്തപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായ നെയ്യാറ്റിൻകര പാറശാലയുടെയൊക്കെ വൻ വികസനമാണ് മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ വലിയ IT പാർക്ക്, എയിംസ് പോലും ഇവിടെ തിരുവനന്തപുരത്തേക്ക് തരാം എന്നുള്ള രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തനം നടന്നത്. കഴിവുകൊണ്ട് മോദിയോട് അടുത്ത് ചെന്ന് ഒരു കാര്യം പറയുകയും ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിക്കുകയും കഴിയാൻ ശക്തിയുള്ള ഒരാളാണ്. അതാണോ? ഇത് തീർച്ചയായിട്ടും ജയിച്ചിരുന്നുവെങ്കിൽ ഈ തിരുവനന്തപുരം വലിയൊരു കുതിപ്പായിരുന്നു ഉണ്ടാകേണ്ടത്. അത് ഇല്ലാതായി പോയി എന്നുള്ളതാണ്. കാരണം തിരുവനന്തപുരത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു ശാപമാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ ഈ തിരുവനന്തപുരത്തെ എയർപോർട്ട് അദാനിയെ ഏൽപ്പിച്ചു. അതിനുശേഷമല്ലേ ഒരു ഫ്ലൈറ്റ് വന്നിറങ്ങുന്നതും വരുന്നിറങ്ങുന്നവർക്കൊരു തൃപ്തി ഉണ്ടാകുന്നതും. അതിനു മുമ്പ് ഏത് തരത്തിലാണ് കിടന്നത്? വളരെ മോശപ്പെട്ട രീതിയിലല്ലേ കിടന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കണം. വികസനം പല രീതിയിൽ മുമ്പോട്ട് വരേണ്ട സാഹചര്യം പോലും ഇവിടെ തടഞ്ഞു എന്നുള്ളതാണ്. ഈ വിഴിഞ്ഞം തന്നെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് വരേണ്ടതായിരുന്നു എന്നുള്ളതാണ്. വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലരും എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അത് മുഴുവൻ തട്ടിത്തടഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോയി. കാരണം ഇത്രയേ ഉള്ളൂ, ഇവിടെ നന്നാകണമെന്ന് വലിയ താല്പര്യമില്ല. ഇടയ്ക്ക് ഓർക്കുന്നുണ്ട് പത്മകുമാർ, ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ലല്ലോ. അന്ന് തരൂരും പറഞ്ഞു. ഇടയ്ക്ക് അതിനു മുമ്പ് പന്നിയൻ ഒരു ബൈ ഇലക്ഷനിൽ ജയിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരുമെന്ന്. ഇപ്പോൾ ഹൈക്കോടതി ബെഞ്ചിന് നാണമായി. ഇപ്പോൾ അതും എവിടെ ഒളിച്ചിരിക്കുന്ന മാതിരിയാണ്. ഇപ്പോൾ അതിനെപ്പറ്റി കേൾക്കുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടേറിയറ്റിലെ കുറേ ഉന്നതന്മാർക്ക് എറണാകുളത്ത് ദിവസവും പോയി വരികയോ അല്ലെങ്കിൽ അവിടെ പോയി തിന്നു കുടിച്ച് വരികയോ ഒക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി ബെഞ്ചൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരത്തില്ല. അതുകൊണ്ട് നടക്കാനും പോകുന്നില്ല. അതൊക്കെ തടയിടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് BJPയുടെ കൈകളിലേക്ക് പോയി കഴിഞ്ഞാൽ, BJPയുടെ എന്നല്ല, രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള പ്രത്യേകിച്ച് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു MP തിരുവനന്തപുരത്ത് വന്നാൽ അതിൻ്റെ നേട്ടമുണ്ടാകും. ഇപ്പം ഞാൻ തൊട്ടടുത്ത മണ്ഡലമല്ലേ കൊല്ലത്തിൻ്റെ വികസനം വളരെ വലുതല്ലേ. NK പ്രേമേന്ദ്രനാണ്. പ്രേമേന്ദ്രൻ എത്ര സ്വാധീനം മോദിയുടെ അടുത്തുണ്ടോ അതിനേക്കാൾ എത്രയോ ഇരട്ടി സ്വാധീനമുള്ള ആളാണ്. അങ്ങനെ സ്വാധീനം ഉണ്ടെങ്കിൽ പോലും പാർലമെന്റിൽ മോദിക്കെതിരെ പലപ്പോഴും സംസാരിക്കുന്ന ആൾ കൂടിയാണ്. ഒരു ദിവസം രണ്ടുപേരും കൂടെ ക്യാൻറ്റീനിൽ പോയിരുന്ന് ചായയും കുടിച്ച് വർത്തമാനവും പറഞ്ഞിരുന്നിട്ട് അടുത്ത ദിവസം പാർലമെന്റിൽ ചെന്ന് പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ മോദിക്കെതിരെ സംസാരിച്ചില്ലേ. മോദിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല പാർലമെന്റേറിയനിൽ ഒരാളാണ് പ്രേമേന്ദ്രൻ. സംസാരിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മോദി സഭ വിട്ടു പോകത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കഴിവുണ്ട്. പ്രേമേന്ദ്രൻ മണ്ഡലം അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് 14-ലും 19-ലും 24-ലും ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പിണറായിയുടെ പരനാറി പ്രയോഗവും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തിന് അതേപോലുള്ള ഒരു MP-യാണ് ആവശ്യം. അടുത്ത 2026-ലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇദ്ദേഹത്തെ നമുക്ക് രാജീവ് ചന്ദ്രശേഖരനെ നമുക്ക് കാണാൻ കഴിയുമോ? വിജയിക്കുമോ? വിജയിച്ചാൽ രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്തിൻ്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിൽക്കാനും നിയമസഭയിലേക്ക് നിൽക്കാനും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് BJP ഉയർത്തിക്കൊണ്ട് വരാനുള്ള സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇവരിപ്പോൾ ആരെയും ഉയർത്തത്തില്ല. കാരണം BJPയുടെ സംസ്ഥാന ഘടകത്തിലെ അങ്ങേയറ്റം തമ്മിൽ തല്ലിൽ നിൽക്കുന്ന ഇടമാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാൽ വിജയിക്കും. കാരണം തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം ഇതൊക്കെ BJPക്ക് അനുകൂലമായിട്ടുള്ള നിയമവും ഒക്കെ അനുകൂല ഘടകമായിട്ട് നിൽക്കുന്ന ഇടമാണ്. അങ്ങനെയാണ് BJP കണക്ക് കൂട്ടുന്നത്. കേരളത്തിലെ 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 മുതൽ 15 സീറ്റ് വരെ നേടുമെന്ന്. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് ഒരു 4 നിയമസഭാ മണ്ഡലങ്ങൾ അവരുടെ നോട്ടത്തിലുള്ളതാണ്. ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് പറയാൻ കഴിയുന്നത്, നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന നമ്മുടെ ഇലക്ഷന് നമ്മുടെ മുന്നിൽ വരുമ്പോൾ ജനാധിപത്യ രീതിയിൽ അതിനെ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ വികസനമാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വികസനം നടത്താൻ പ്രാപ്തിയുണ്ട് അതിന് എന്ന് തോന്നുന്ന, അതിൽ വിശ്വാസം തോന്നുന്ന ഒരാളിനെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നു.
അത് നമ്മൾ ചെയ്തില്ല. ഇതിനകത്ത് ഞാൻ പറയുമ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് എന്ന് നിങ്ങൾ കരുതരുത്. തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി അധോഗതിയാണ് ഓരോ ദിവസവും എന്ന് ഒരു 40 വർഷം മുമ്പ് തിരുവനന്തപുരം എങ്ങനെ നിങ്ങൾ കണ്ടോ അതേ തിരുവനന്തപുരം തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. നല്ല റോഡില്ല, ഒരു ഫ്ലൈ ഓവർ പോലും പുതിയതായിട്ട് ഉണ്ടായിട്ടില്ല. എല്ലാവിധത്തിലും വികസനത്തിൽ കേരളത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് അല്ലെങ്കിൽ ഒരു നഗരിയാണ് തിരുവനന്തപുരം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം തിരുവനന്തപുരംകാരുടെ മുന്നിൽ വെച്ച് നീട്ടിയിട്ടും എന്തുകൊണ്ട് തിരുവനന്തപുരംകാർ ഇത് സ്വീകരിച്ചില്ല എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ ചർച്ച തുടങ്ങിയത്. ഏതായാലും അത് തിരുവനന്തപുരംകാർക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു ബോധ്യം ഉണ്ടായി കാണും എന്ന് വിചാരിക്കുന്നു. ഇത്രയും വർഷമായിട്ട് ശശി തരൂർ പോസ്റ്റുകളിലെ ലൈറ്റ് വെച്ചതല്ലാതെ വേറൊന്നും ചെയ്തതായിട്ട് അദ്ദേഹത്തിന് അവകാശപ്പെടാനേ കഴിയില്ല. അപ്പോൾ ഈ അവസരത്തിൽ ഇനിയുമെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ കാര്യം മാത്രമല്ല, വികസനത്തിന് മുൻകൂട്ടി കണ്ട് നമ്മുടെ മുന്നിലേക്ക് ഒരാൾ നീട്ടുകയാണെങ്കിൽ അവരുടെ പ്രാപ്തിയും ഒക്കെ കണക്കാക്കി അവർക്ക് വോട്ട് ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതിനകത്ത് കൊടിയുടെ നിറം അല്ല, നമ്മുടെ വികസനമാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ വേറൊരു ചർച്ചയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം.